ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഇന്ന് ഇദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളൊന്ന് ചെറുതായി ആഘോഷിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. രണ്ടാമത്തെ ബർത്ത്ഡേ അല്ലേ, അപ്പോൾ വലിയ ആഘോഷമൊന്നുമില്ലെങ്കിലും ചെറിയ രീതിയിൽ ഞങ്ങൾ ആഘോഷിച്ചേ. ഉറങ്ങണ വീഡിയോ എടുക്കണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണില്ലേ വീഡിയോസ്, അതുപോലെ എടുക്കണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴേക്കും ആൾ എണീറ്റുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ലേ. പിറന്നാൾ കൂലിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. നല്ല സന്തോഷമാണ് കേട്ടോ. പിറന്നാൾ കുട്ടീനെ ഇട്ട് അമ്പലത്തിൽ പോകണം, പായസം മേടിക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാ മുല്ലപ്പൂവൊക്കെ റെഡിയാണ് കേട്ടോ. അച്ചച്ചി മേടിച്ച് കൊണ്ടുവന്നതാണേ. ഞങ്ങൾക്ക് പുതിയ ഡ്രസ്സ് ഇടുക, അതുപോലെ തന്നെ പുറത്തേക്ക് പോവുക, അതൊക്കെ ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ട കാര്യം കേട്ടോ. ഈ ഡ്രസ്സ് ചാച്ചനും മേമ്മ മേടിച്ചതാണ്. എന്നാൽ ഞങ്ങൾ റെഡി ആവട്ടെ. അങ്ങനെ ഞങ്ങൾ സുന്ദരി കുട്ടിയായില്ലേ, മുല്ലപ്പൊക്കെ വെച്ചിട്ട്. അങ്ങനെ വേദുട്ടനും ചാരൂട്ടനും ഞാനും റെഡിയായി. ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരെ. ഏട്ട വിടില്ല, ഏട്ട വൈകിട്ടേ എത്തുള്ളൂ. അപ്പം ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് അമ്പലത്തിൽ പോയിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തിയിട്ടാ. ബേബിക്ക് നടക്കാൻ നല്ല ഇഷ്ടാട്ടാ. അങ്ങനെ ചേച്ചിയും ഉണ്ണിയും കൂടിയിട്ട് നടക്കുകയാണേ. അമ്പലത്തിലുള്ള ഒരു അമ്മമ്മ ചോദിച്ചു, എന്താ മുല്ലപ്പൂവൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്ന് പിറന്നാളാണ്, മോളുടെ പിറന്നാളാ പറഞ്ഞപ്പോ എല്ലാവരും അവിടെ ഉള്ള 2-3 ആൾക്കാർ വിഷ് ചെയ്തിട്ടാ ചാരുവിനെ. അങ്ങനെ പ്രാർത്ഥിക്കലൊക്കെ കഴിഞ്ഞു. മോളുടെ പേരിൽ പായസമൊക്കെ കഴിപ്പിച്ചു. മഴ വരുന്നുണ്ട്, നല്ല മഴ വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ വീട്ടിലെത്തണം. വീട്ടിൽ പോയിട്ട് വേണം ഉച്ചയ്ക്കുള്ള പരിപാടികൾ നോക്കാൻ. പിന്നെ ഇവരെ നടത്താൻ കണ്ടിട്ട് ഇന്ന് വീട്ടിലേക്ക് എത്തുമോ തോന്നിയില്ല. എന്തായാലും വേഗം പോകണം, നല്ല മഴ വരുന്നുണ്ട്. മഴയിൽ കുടുങ്ങിയ ഈ 2 ആളായിട്ട് ഞാൻ എന്ത് ചെയ്യും ഗൈസ്. പോവാൻ നേരത്തെ ചാരുവിൻ്റെ പ്രാർത്ഥന എന്നാൽ അതുകൂടി ഉണ്ട് കഴിഞ്ഞോട്ടെ. ഞാൻ അവൾക്ക് എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കട്ടെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സാധനങ്ങൾ മേടിക്കേണ്ടായിരുന്നു, ഉച്ചയ്ക്കുള്ള സാധനങ്ങൾ. അപ്പോൾ അതൊക്കെ മേടിച്ചു. അതിനിടയ്ക്ക് വേദു പറഞ്ഞ് പഴംപൊരി വേണം പറഞ്ഞ്. തൊട്ടടുത്ത് തന്നെ തട്ടുകടണ്ടേ, അപ്പോൾ പഴംപൊരി മേടിച്ചെടുത്തു. ഇനി പപ്പില്ലാത്തതിൻ്റെ ഒരു കുറവ് വേണ്ട. അങ്ങനെ ഞങ്ങൾ പോകാൻ നോക്കട്ടെ. സാധനങ്ങളൊക്കെ മേടിച്ചു, ഞങ്ങൾ പോവാണേ. ഞങ്ങൾ വന്നു, ചായ ഒക്കെ കുടിച്ചു, പായസം കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ 2 ഗസ്റ്റുകൾ വന്നിട്ടോ. ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ളതാണേ. അപ്പോൾ ഈ ടെഡി ബിയറും പിന്നെ മഞ്ചിൻ്റെ ഒരു പാക്കറ്റും അച്ചച്ചൻ മേടിച്ചു കൊടുത്തതാണ്. അച്ചാച്ചൻ്റെ ഗിഫ്റ്റാണ് ഇട്ടത്. അപ്പം ഞാൻ പറഞ്ഞു അച്ഛൻ കൊടുക്കുക പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ് വേണ്ട, ഞാൻ കൊടുക്കണില്ല, വേദു കൊടുത്തോട്ടെ പറഞ്ഞു. അങ്ങനെ വേദുട്ടനാട്ടോ കൊടുത്തത്. പിന്നെ 4 ആളും കൂടിയിട്ട് കളിക്കുകയാണേ. അങ്ങനെ ചെറിയ രീതിയിലൊക്കെ സദ്യ ഒരുക്കിയിട്ടാ. സാമ്പാർ, ഉപ്പേരി, അവിയൽ, പുളിയിഞ്ചി, അച്ചാറ്, പായസം, സേമിയ പായസം വെച്ചു. ഇന്നത്തെ ദിവസം വളരെ മോശമായിരുന്നു. എന്താ വെച്ചാൽ കറണ്ട് ഉണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ ഗ്യാസും കഴിഞ്ഞു. എന്ത് ചെയ്യും, ഒരു വിധത്തിൽ എല്ലാതും ഒപ്പിച്ചു. അതാണ് വിഭവങ്ങൾ ഒന്ന് കുറഞ്ഞു പോയത്. അങ്ങനെ സുന്ദരി കുട്ടിക്ക് ചോറൊക്കെ കൊടുക്കട്ടോ. അവൾ പിന്നെ വാരി കഴിക്കില്ലെന്നേ, അതാണ് പ്രശ്നം. ബാക്കിയുള്ളവരെ ഫുഡ് കഴിക്കാം. ഈ കസവം കൊണ്ട് എടുത്തിട്ട് പിന്നെ മുല്ലപ്പൂവൊക്കെ വെച്ച് കാണാൻ പിള്ളേരെ ഞാൻ കാണാൻ ഒരു പ്രത്യേക ഭംഗിയല്ലേ. ഫസ്റ്റത്തെ പിറന്നാളിൻ്റെ ഫോട്ടോ ഞാൻ മേലെ കാണിക്കാവേ. ഇനി 4 ആളും കൂടിയിട്ട് ചോറ് കഴിക്കട്ടെ. അപ്പം അതിൻ്റെ ഇടയിൽ മേമ വന്നിട്ട് അനുഗ്രഹിക്കുന്നുണ്ട്, പിന്നെ അമ്മമ്മ വന്നിട്ട് അനുഗ്രഹിക്കുന്നുണ്ട്. അപ്പം എന്തൊക്കെയോ പറയുന്നുണ്ട് ചാരു ബേബിയെ. മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ കുറച്ച് നേരം വൈകി. വല്ലാത്തൊരു ദിവസമായിപ്പോയി. കറണ്ടും ഇല്ല, ഗ്യാസും ഇല്ലാത്ത കാരണം ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. അവർ കഴിക്കൽ കഴിഞ്ഞ് പിന്നെ ചാരുവിന് ഞാൻ വാരി കൊടുക്കുകയാണേ, അല്ലാണ്ട് അവൾ കഴിക്കില്ല. പിന്നെ വെള്ളത്തിന് പകരം പായസം കുടിക്കുന്നത്, ചോറും പായസം കൂടിയിട്ടാണ് കുടിക്കുന്നത്. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് പായസം കുടിച്ച് പിന്നെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പായസം ഒരു പാത്രത്തിലാക്കിയിട്ട് കൊടുത്തേ. അപ്പോൾ അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുകയാണ്. എല്ലായിടത്തും പരത്തിയിട്ടുണ്ട്. എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്. പായസത്തിൽ കളിക്കലും മാത്രമല്ല കഴിക്കലും ഉണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ എടുത്തില്ല. കഴിക്കണുണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ അവിടെ കുറച്ചു നേരം കൂടി ഇരുത്തി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ ഉച്ചമയക്കത്തിലാണ് പുള്ളിക്കാരി. നല്ല ഉറക്കമാണ്. പായസമൊക്കെ കുടിച്ചതിൻ്റെ ക്ഷീണവും സദ്യ കഴിച്ചതിൻ്റെ ക്ഷീണമാണ്. ഇനി വൈകുന്നേരത്തെ പരിപാടിയാണേ. ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. വീട്ടിൽ നിന്ന് എല്ലാവരും വരും.
പിന്നെ വൈകുന്നേരത്താണ് ഗ്രാൻഡ് ആക്കുന്നത്. പിന്നെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ മറന്ന്, സത്യം പറയാലോ എടുക്കാൻ മറന്നതാണ്. പിന്നെ അവസാനം ദമ്മിടണ നേരത്താണ് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് വിചാരിച്ചത്. അങ്ങനെ നേരെ ദമ്മിടണ വീഡിയോ ആണ് എടുക്കണത് കേട്ടോ. അമ്മേൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അപ്പോഴേക്കും ഇതാ വീട്ടിൽ നിന്ന് വന്നിട്ടാ. അങ്ങനെ ഇതാ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി. ഇതാ മേമ, വേദുട്ടൻ, ചാരുവിന് ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടാ. അത് വെച്ചിട്ട് വന്നിട്ട് മേക്കപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊന്നും ചെയ്തില്ല. ഇതാണ് കോസ്റ്റ്യൂം. കേക്ക് മുറിക്കുന്ന ടൈമിലെ ഡ്രസ്സ്. കൂടെ കിടക്കണതാ ആ ടെഡി. അത് ചാരുവിൻ്റെ ബെസ്റ്റ് പറഞ്ഞാൽ ബെസ്റ്റിയാണ്. കൂടെ കിടക്കുമ്പോഴും ഉണ്ടാവും, ഭക്ഷണം കൊടുക്കുമ്പോഴും കയ്യിലുണ്ടാവും കേട്ടോ. അദ്ദേഹം പിന്നെ ഞങ്ങളെ ഹിറ്റ്ലർ മാധവൻ കുട്ടിയാണ്. ഈ തറവാട്ടിലെ ആകെയുള്ളൊരു ആൺസന്തതി എന്ന് പറയാം. ബാക്കി എല്ലാതും പെൺപിള്ളേരാണ്. അങ്ങനെ ഇതാ ഞങ്ങൾ ഡ്രസ്സൊക്കെ ഇട്ട്, പുതിയ ഡ്രസ്സ് ഇട്ടു. ഇനി ഇതാ മേക്കപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ്. മുടി കെട്ടണ്ടെന്ന് ഞാൻ പറഞ്ഞു, കെട്ടാൻ മാത്രം ഇല്ല. അപ്പോൾ അതാ ഐലൈനറൊക്കെ എഴുതി ശുന്തിരി കുട്ടിയാവാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതാ ആമി, വേദുവിൻ്റെ ഫ്രണ്ടും പിന്നെ വീടിൻ്റെ അടുത്തുള്ള കുട്ടിയാണ്. അപ്പോൾ അവളുടെ വക ഗിഫ്റ്റ്, പിന്നെ ഇതാ ഇവരെ വക ഗിഫ്റ്റ് ഉണ്ട്. അങ്ങനെ അതൊക്കെ മേടിച്ചു. അടുത്ത പരിപാടി കേക്ക് മുറിയാണ് കേട്ടോ. ഇത് വീട്ടിൽ നിന്ന് മേടിച്ചതാണ്. ഇത് ചോക്ലേറ്റ്. പിന്നെ ഇത് ഇവിടെ മേടിച്ചതാണ്, ഏട്ടൻ്റെ വീട്ടിൽ മേടിച്ചതാണ്. ഇത് വാൻജോ കേക്കാണ്. എന്നിട്ടാ ഈ 2 കേക്കും വെച്ച് പിന്നെ കുറച്ചായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതൊക്കെ ഞങ്ങളിതാ ടേബിൾ വെച്ചെത്തിയിട്ടുണ്ട്. പലതരത്തിലുള്ള പൂക്കളും അതുപോലെ തന്നെ ലവിൻ്റെ ചിഹ്നം അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തത് ഈ ഒരു സംഭവം ഇപ്പോഴത്തെ ട്രെൻഡ് കേട്ടോ. ഇൻസ്റ്റഗ്രാമിലൊക്കെ ട്രെൻഡായി നിൽക്കുന്ന ഒരു സംഭവമാണ്. എനിക്കിഷ്ടപ്പെട്ടിട്ട് ചെയ്തതാണ് അത് കേട്ടോ. കേക്ക് മുറിക്കുന്ന ടൈമിൽ എൻ്റെ വേദിട്ടും വായിലും വായിക്കുന്നുണ്ട്. കേൾക്കണോ നിങ്ങൾക്ക്? കേട്ടോളൂ. നന്നായി വായിച്ചിട്ടുണ്ട് കേട്ടോ വേദുട്ടൻ തന്നെ പറഞ്ഞത്, അമ്മ ഞാൻ വയലും വായിച്ചാലോ, ഉണ്ണി കേക്ക് മുറിക്കുന്ന ടൈമിൽ ഞാൻ വായിച്ചാലോ. അപ്പോഴാണ് ശരിക്കും എനിക്ക് ഐഡിയ വന്നത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഒന്നും നോക്കണ്ട നമുക്ക് വായിക്കാൻ പറഞ്ഞേ. അങ്ങനെ കുറേ നേരം ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ്, ഇത് വായിക്കാനായിട്ട് മുന്നേ കുറേ നേരം പ്രാക്ടീസ് ചെയ്തിട്ടാണ് പിന്നെ കേക്ക് മുറിക്കുന്ന ടൈമിൽ ഞങ്ങൾ സൂപ്പറാക്കിയിട്ട് എല്ലാവരും പറഞ്ഞു നന്നായിട്ടുണ്ട്, നന്നായി വായിച്ചിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് സ്നേഹപ്രകടനവും ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ. അത് കഴിഞ്ഞ് എല്ലാവരും കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് അടുത്ത് ഫുഡിൻ്റെ പരിപാടി നോക്കണം. ദമ്മ് പൊട്ടിക്കാണ്ട്. ദമ്മ് നമ്മൾ അപ്പം അടച്ചിട്ടതാണ്, എന്താ പാടെന്നറിയില്ല. ഇച്ചിരി വേവ് കുറവുണ്ടായിരുന്നു. പിന്നെ ആ ദമ്മിലിരുന്നിട്ട് അത് സെറ്റാവും. അങ്ങനെ ഇതാ ദമ്മ് പൊട്ടിച്ചു. എന്താ ഭംഗി കാണാൻ. ആദ്യം തന്നെ കുട്ടിപ്പട്ടാളങ്ങളെ ഇരുത്തി. അവർക്ക് വിശക്കുമല്ലോ. പെട്ടെന്ന് പിള്ളേരോട് ചോദിച്ചേ എങ്ങനെയുണ്ട് ബിരിയാണി, ടേസ്റ്റ് ഉണ്ടോ ചോദിച്ചപ്പോൾ സൂപ്പറായിട്ടുണ്ട് പറഞ്ഞു. അങ്ങനെ അതാ അവരൊക്കെ ഭക്ഷണം കഴിച്ചു. ഇനി അടുത്ത വലിയവരതിൻ്റെ അടുത്തുള്ള പരിപാടി കേട്ടോ. ഫുഡൊക്കെ കഴിച്ചതാ പോവാനുള്ള പരിപാടി നോക്കാണ് കേട്ടോ. അപ്പോൾ ചാരുവാണെങ്കിൽ ആരാ പോണ് അവരെ കൂടെ പോവും. ഇന്ന ആളെന്നൊന്നുമില്ല, എല്ലാവരും കൂടെ പോവും. അപ്പോൾ അതാ വിജയേട്ടൻ്റെ കൂടെ പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ അവരെ കൂടെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് പോവാനുള്ള പരിപാടിയാണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അങ്ങനെ അവരിറങ്ങി ഗൈസ്. ചാരു അതാ കൂടെ പോകുന്നുണ്ട്. ഞങ്ങളും ആ പടി വരെ ഞങ്ങളും പോകുന്നുണ്ട്. ചാരു ബേബി എന്തായാലും കരയും, കാരണം അവരെ കൂടെ പോകാൻ വേണ്ടിയിട്ട് എന്തായാലും കരയാം. ആരാണോ പോണത് അവൾക്ക് തന്നെ ആളൊന്നുമില്ല, ആരുടെ കൂടെയും. അങ്ങനെ അവർ പോയി ഗൈസ്. ഇതാണ് കിട്ടിയ ഡ്രസ്സുകൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ, സീ യു.